ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ബോട്ടണി. വാട്ട് ഈസ് സെൽ? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സെൽ ഈസ് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഫണ്ടമെന്റലും സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ടുള്ള യൂണിറ്റാണ് സെല്ല്. റോബർട്ട് ഹൂക്കാണ് സെൽ ഇൻവെൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് സെൽ ഓർഗനൈസേഴ്സ് നോക്കാം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയ, മൈക്രോബ്സ്, വാക്യൂൾസ്, പ്ലാസ്റ്റിഡ്സ്. ഇതൊക്കെയാണ് സെൽ ഓർഗനൈസ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ലാണ് നോക്കുന്നത്. പ്രോകാരിയോട്ടിക് സെല്ല് നോക്കാം. ലാക്സ് ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്, ന്യൂക്ലിയർ മെമ്പറൈൻ ആബ്സെൻറ്റ്, മെമ്പറൈൻ ബൗണ്ട് ഓർഗനൈസ് ആർ ആബ്സെൻറ്റ്, സർക്കുലർ DNA, ന്യൂക്ലിയസ് ആബ്സെൻറ്റ്, റൈബോസോം ആർ ഓഫ് 70S type, microtubules absent, spindle fibers are not formed during cell division. In eukaryotic cells, nucleus is well organized, nuclear membrane present, membrane bond organelles are present, linear DNA, nucleus present, nucleolus present, ribosomes are 60S type, microtubules forming, cytoskeleton present, spindle fibers are formed during the cell division. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെല്ലാണ് നോക്കാനുള്ളത്. പ്ലാന്റ് സെൽ എന്ന് പറഞ്ഞാൽ സെൽ വാൾ പ്രസൻറ്റ്, പ്ലാസ്റ്റിഡ്സ് പ്രസൻറ്റ്, സെൻട്രോയിഡ്സ് ആർ ആബ്സെൻറ്റ്, ലൈസോസോംസ് ആർ റയർ, റിസർവ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഇനി അനിമൽ സെൽ നോക്കാം. സെൽ വാൾ ആബ്സെൻറ്റ്, പ്ലാസ്റ്റിഡ്സ് ആബ്സെൻറ്റ്, സെൻട്രിയോൾസ് ആർ പ്രസൻറ്റ്, ലൈസോസോംസ് ആർ പ്രസൻറ്റ്, റിസർവ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഇത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ ആയിട്ട് അത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ക്രോമസോം. Chromosomes are rod-shaped or thread-like, deeply stainable condensed chromatin fibers. ഡീപ്ലി കളറുള്ള റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ത്രെഡ് നൂല് പോലത്തെ സ്ട്രക്ചറാണ് ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ദേ ക്യാരി ഹെറിഡിറ്ററി ഇൻഫർമേഷൻ. നമ്മളുടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഒരാളുടെ ഈ ക്രോമോസോമിലാണ് കാണാൻ പറ്റുക. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് DNA കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് RNA. DNA ഹിസ്റ്റോണും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും RNA ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ക്രോമോസോം എന്ന് പറയുന്നത്. എ ക്രോമോസോം കൺസിസ്റ്റ് ഓഫ് 2 ഐഡൻറ്റിക്കൽ ഹൗസ് കോൾഡ് ക്രോമാറ്റിഡ്സ്. ഈ ക്രോമോസോമിന് 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഹൗസ് ഉണ്ട്. അതിനെ നമ്മൾ ക്രോമാറ്റിഡ്സ് എന്നാണ് വിളിക്കുക. ക്രോമാറ്റിഡ്സ് ആർ ഹെൽഡ് ടുഗദർ അറ്റ് വൺ പോയിന്റ് കോൾഡ് സെൻട്രോം. ഈ ക്രോമാറ്റിഡ്സ് ഒക്കെ ഒരു പോയിന്റിൽ ടുഗദർ ആവുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് സെൻട്രോം, പ്രൈമറി കൺസ്ട്രക്ഷൻ. ദ സൈഡ് ഓഫ് ദ സെൻട്രോം ഈസ് ഡിസ്ക് ഷേപ്ഡ്. ഒരെണ്ണം ഡിസ്ക് ഷേപ്ഡും പിന്നെ സ്ട്രക്ചർ കോൾഡ് കൈനറ്റോകോർ ഈസ് പ്രസൻറ്റ്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ ദ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് വിത്ത് ദ കൈനറ്റോകോർ. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോറിലേക്ക് പോകും. In some chromosomes, a non-staining second construction called secondary construction is present in addition to primary construction. In such a case, a knob-like structure is seen in the chromosome tip. It is called satellite. Based on the position of centrosome, chromosomes are classified into 4 groups. ഈ സെൻട്രോസോമിൻ്റെ ഉള്ള സ്ഥലത്തിനെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ക്രോമോസോമിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റാസെൻട്രിക് ക്രോമോസോമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ ഫിഗറിൽ ആദ്യം കാണിച്ച ക്രോമോസോമാണ് മെറ്റാസെൻട്രിക്. അതിൻ്റെ പ്രത്യേകത നോക്കാം. ദ സെൻട്രോമിയർ ഈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ക്രോമോസോം. മിഡിലാണ് ഈ സെൻട്രോമിയർ കാണപ്പെടുക. 2 ആംസ് ആർ നിയർലി ഈക്വൽ. 2 ആംസും ഈക്വൽ ആയിട്ടുള്ള ആംസാണ് ഇതിനുള്ളത്. ഇത് ഫസ്റ്റ് കാണുന്ന പിക്ചറാണ് കേട്ടോ അത്. ഇനി സബ് മെറ്റാസെൻട്രിക് ക്രോമോസോമാണ് നോക്കുന്നത്. ദ സെൻട്രോമിയർ ഈസ് നിയർ ദ മിഡിൽ ഓഫ് ദ ക്രോമോസോം. മിഡിലിനോട് ചേർന്നിട്ടാണ് സെൻട്രോമിയർ കാണപ്പെടുക. അപ്പോൾ ഒരാമ ഷോർട്ടറും ഒരെണ്ണം ലോങ്ങറും ആവും. ഒരെണ്ണത്തിനെക്കാട്ടി വലുതാവും. അത് മിഡിലല്ല, മിഡിലിനോട് അടുത്ത ഭാഗത്താണ് ഈ സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം കാണാൻ. അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമോസോം, ഈ രണ്ടാമത് കാണുന്നത് കേട്ടോ. അത് മിഡിലിനോട് അടുത്ത ഭാഗത്താണ് അതിൽ സെൻട്രോമിയർ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് എക്രോസെൻട്രിക് ക്രോമോസോമാണ് നോക്കാനുള്ളത്. സെൻട്രോമിയർ ഈസ് നിയർ ടു ദ എൻഡ് ഓഫ് ദ ക്രോമോസോം. അവസാനത്തോട് ചേർന്നിട്ടാണ് ഈ സെൻട്രോമിയർ കാണപ്പെടുക. 1 ആം ഈസ് എക്സ്ട്രീംലി ഷോർട്ട് ആൻഡ് 1 ഈസ് വെരി ലോങ്. ഒരെണ്ണം വളരെ ചെറുതും ഒരെണ്ണം വളരെ ലോങ്ങും ആയിട്ടുള്ളതാവും. ഇതിൻ്റെ ഫിഗർ നോക്കാം. ഇതാണ് എക്രോസെൻട്രിക് ക്രോമോസോം കേട്ടോ, 3ാമത്തെ. ഈ ഫിഗറിൽ 3ാമത്തെ എക്രോസെൻട്രിക്. ഇനി ടിലോസെൻട്രിക് ക്രോമോസോം നോക്കാം. സെൻട്രോമിയർ ഈസ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ക്രോമോസോം. അത് സെൻട്രോമിയർ ടിപ്പിലായിട്ടാണ് കാണപ്പെടുക. ടിലോസെൻട്രിക് ക്രോമോസോം ഈസ് വെരി റയർ ആയിട്ടാണ് ഈ ടിലോസെൻട്രിക് ക്രോമോസോമിനെ കാണപ്പെടുക. ഇനി അതിൻ്റെ ഫിഗർ നോക്കാം. ഇതിൽ 4ാമത് കാണാനാണ് ടിലോസെൻട്രിക് ക്രോമോസോം കേട്ടോ. 3 മാർക്കിനൊക്കെയാണ് ഈ ക്രോമോസോമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരിക. അതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്സ്.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണുന്നത് കേട്ടോ. എ ഡയഗ്രാം വ്യൂ ഓഫ് സെൽ സൈക്കിൾ ഇൻഡിക്കേറ്റിംഗ് ഫോർമേഷൻ ഓഫ് 2 cells ഫ്രം 1 cell. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇൻ്റർഫേസ് എന്താ നോക്കാം. ആ ഫിഗറിലത്തെ ഇൻ്റർഫേസ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ 2 സക്സസീവ് സെൽ ഡിവിഷൻ. 2 സക്സസീവ് ആയിട്ടുള്ള സെൽ ഡിവിഷനിൽ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇടയിൽ വരുന്ന സമയത്താണ് ഇൻ്റർഫേസ് എന്ന് പറയുക. ദോ ഇറ്റ് ഈസ് കോൾഡ് എ റെസ്റ്റിംഗ് ഫേസ്. അതൊരു റെസ്റ്റിംഗ് ഫേസ് ആണ്. ഇറ്റ് ഈസ് ദ ടൈം ടു ആക്റ്റീവ് മെറ്റബോളിക് റിയാക്ഷൻസ്. മെറ്റബോളിക് റിയാക്ഷൻ ഒക്കെ ആക്റ്റീവ് ആവാനുള്ള സമയമാണിത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഫേസസ്. അതിനെ G1 ഫേസ് ആയിട്ടും S ഫേസ് ആയിട്ടും G2 ഫേസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. G1 ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 1, S ഫേസ് എന്ന് പറഞ്ഞാൽ സിന്തസിസ്, G2 ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് 2. ഇതൊക്കെ നോക്കി വെക്കുക, അതൊക്കെ ചോദിക്കൂട്ടാ. ഇത് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി G1 ഫേസ് നോക്കാം. ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ഓർ പോസ്റ്റ് മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ്. ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് മൈറ്റോട്ടിക് ഗ്യാപ്പ് ഫേസ് ആണത്. അതിൻ്റെ ബക്കിലോട്ട് നോക്കാം. സെൽ ഈസ് മെറ്റാബോളിക്കലി ആക്റ്റീവ്. ഈ G1 ഫേസിൽ സെല്ല് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആവും, കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യും. പിന്നെ സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ് ടേക്ക് പ്ലേസ്. അതും ഈ G1 ഫേസിലാണ്. ഇനി S ഫേസ് നോക്കാം. S ഫേസിൽ റിപ്ലിക്കേഷൻ ഓർ സിന്തസിസ് ഓഫ് DNA ടേക്ക് പ്ലേസ്. DNA റിപ്ലിക്കേഷനും സിന്തസിസും നടക്കുന്നു. അതുപോലെ ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾ. ഒരു എമൗണ്ട് ഓഫ് DNA പെർ സെൽ, ഒരു സെല്ലിനുള്ള എമൗണ്ട് ഓഫ് DNA ഡബിൾ ആവുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാവുക. ഇഫ് ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA ഈസ് ഡിനോട്ടഡ് ആസ് 2C, ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസസ് ടു 4C. അതായത് എക്സാമ്പിളാണ്, ഇപ്പോൾ 2C ആണ് DNA എന്ന് വെച്ചെങ്കിൽ അതിന് ഡബിളായിട്ട് 4C ആയിട്ടാണ് അത് മാറുന്നത് S ഫേസിൽ. There is no increase in the number of chromosome if the cell had diploid or 2n number of chromosome in G1. Even after S phase, the number of chromosome remains the same, that is 2n. Each chromosome is duplicated and has 2 sister chromatids held together by a common centromere. ഇനി G2 phase നോക്കാം. G2 phase സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് ഓർ പ്രീ മൈറ്റോട്ടിക് ഗ്യാപ്പാണത്. അതിന് സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് തുടരും. അതുപോലെ സെൽ ഗ്രോത്ത് തുടരും. RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് കണ്ടിന്യൂസ്. RNAയും പ്രോട്ടീൻ്റെ ഉൽപ്പാദനം തുടരും. ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞ ഫേസിൽ 4 ഫേസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. പ്രോഫേസ് എന്താണോ? പ്രോഫേസിൽ ക്രോമോസോമൽ മെറ്റീരിയൽ condenses to form combat mitosis chromosome. Each chromosome consists of 2 chromatids attached at a point called centromere. The microtubules form the mitotic spindle. Cell at the end prophase when viewed under microscope do not show Golgi complex, endoplasmic reticulum, nucleus and nuclear envelope. Metaphase occur, nuclear envelope completely disappears. The chromosomes are most condensed. മൂന്നാമത്തെ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോസ് ഓഫ് ക്രോമോസോം. ക്രോമോസോംസ് ആർ മൂവ്ഡ് സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് ലൈൻഡ് എലോങ് മെറ്റാഫേസ് ഡ്രോ സ്പിൻഡിൽ ഫൈബേഴ്സ് ടു ബോത്ത് പോൾസ്. ഇതാണ് ഇൻ്റർഫേസ്, ഇതാണ് പ്രോഫേസ്, ഇത് മെറ്റാഫേസ്, ഇത് അനാഫേസ്, ടിലോഫേസ്, സൈറ്റോകൈനസിസ്. അനാഫേസിൽ ദ സെൻട്രോമിയർ ഓഫ് ദ ക്രോമോസോം സ്പ്ലിറ്റ് ആൻഡ് ദ ക്രോമാറ്റിഡ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും, ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുകയും ചെയ്യും. ദ സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് സോ ദ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് റെസ്പെക്റ്റീവ് പോൾസ്. ഈ ക്രോമാറ്റിഡ്സ് ഡിവൈഡ് ആയിട്ട് 2 പോൾസിലേക്ക് 2 അറ്റത്തോട്ട് നീങ്ങും. ദ സെൻട്രോമിയർ ഓഫ് ദ ക്രോമോസോം ലൈ ടുവേർഡ്സ് പോൾസ് വേർ ദ ആംസ് ടുവേർഡ്സ് ഇക്വേറ്റർ. സെൻട്രോമിയർ ഓഫ് ദ ക്രോമോസോം ലൈസ് ടുവേർഡ്സ്. സെൻട്രോമിയർ പോൾസിലേക്കും പോവും, ആംസ് ഇക്വേറ്റർ ഓഫ് ദ equator of the arms പോവും. ടിലോഫേസിൽ ദ ക്രോമോസോംസ് റീച്ച് ദയർ റെസ്പെക്റ്റീവ് പോൾസ്. ടിലോഫേസിൽ ക്രോമോസോം ഒക്കെ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പോൾസിലെത്തും. ദ ക്രോമോസോംസ് ഡീകണ്ടൻസ്ഡ് ആൻഡ് ലോസ് ദയർ ഇൻഡിവിജ്വലി ടു ഫോം ക്രോമാറ്റിൻ. ന്യൂക്ലിയർ എൻവലപ്പ് റീഅപ്പിയർ. ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലർ റീഫോം. ഇനി നമ്മൾ എല്ലാ ഫേസും എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ പ്രോഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസപ്പിയർ ആവും. ഈ ഇതിൻ്റെ മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോമിൻ്റെ കൈനറ്റോകോഴ്സിൽ അറ്റാച്ച് ചെയ്യും. അതുപോലെ ക്രോമോസോംസ് ഒക്കെ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയനാണ് ഇക്വറ്റോറിയൽ റീജിയൻ. അതിൽ ഇക്വറ്റോറിയൽ റീജിയത്തിലേക്ക് തന്നെ വരും. അനാഫേസിൽ പോൾസിലേക്ക് നീങ്ങും ഈ ക്രോമോസോംസൊക്കെ. ടിലോഫേസിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ടാവും, 2 ഡോട്ടർ ന്യൂക്ലിയസും ഉണ്ടാവും. ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ പ്രോഫേസും മെറ്റാഫേസും അനാഫേസും ടിലോഫേസും.
ഈ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കിട്ടുക.